കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഡികെയും അവളും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. ഇനി ഞാൻ ഇവിടെ നിന്ന എന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും. എപ്പോഴെങ്കിലും സുപ്രിയാണെന്ന് ഞാൻ അറിയാതെ ഡികെയോട് പറഞ്ഞു പോയ, അല്ലെങ്കിൽ ഡികെ എങ്ങനെയെങ്കിലും അത് മനസ്സിലാക്കിയ എല്ലാം തകർന്നു പോവും. ആരോടും ഒന്നും പറയാതെ ഇന്ന് പുലർച്ചെ പോണോന്നാ കരുതിയത്. പക്ഷെ പിന്നെ തോന്നി അതൊരു ഒളിച്ചോട്ടായിരിക്കുമെന്ന്. വേണ്ട, എല്ലാരോടും പറഞ്ഞിട്ട് തന്നെ പോവാം. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയല്ല, അപ്പൊ പറഞ്ഞിട്ട് തന്നെ പോണം. അതിനെനിക്ക് ധൈര്യം തരണം. അതിനെ ഞാൻ നിന്റെ മുന്നിൽ വന്നു നിന്ന് പ്രാർത്ഥിച്ചു നിൽക്കുന്നത്. ഈ പ്രകൃതിയുടെ നിഗൂഢതയിൽ നിലനിൽക്കുന്ന ചൈതന്യല്ലേ നീ. നിന്റെ പ്രാർത്ഥനകളിലും എന്റെ ജീവിതത്തിലും ഇപ്പോഴും നിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ അപേക്ഷിക്കും, ഇനി ഒരിക്കലെങ്കിലും നിന്റെ മുന്നിൽ വന്ന് നിന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. എല്ലാവരോടും യാത്ര പറഞ്ഞു പോകാൻ നീ എനിക്ക് ധൈര്യം തരണം. നീ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഈ ഡെലിവറി പേയും കൊണ്ടുവരുന്നതോ? അറിയില്ല, നോക്കാം. മാഡം, ഫുഡ്. ചേട്ടാ, ഇതിന്റെ ബില്ല് പേ ചെയ്താണോ? അതെ മാഡം. ഇത് ആരെ ഈ ഫുഡ് വിളിച്ച് ഓർഡർ ചെയ്തേന്നറിയോ? ഇല്ല മാഡം, അറിയില്ല. പക്ഷേ അമരാവതിയിലേക്ക് തന്നെയാന്നാ പറഞ്ഞത്. പോയിക്കോട്ടെ മാഡം. ശരി. ബേട്ടി, അവളുമാര് നിരാഹാരം ഇരുന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തതാ. അതെ, എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു ഇത് അവർ ഓർഡർ ചെയ്ത ഫുഡ് തന്നെ അമ്മ. ബേട്ടി, അവർക്കിട്ട് നമുക്കൊരു പണി കൊടുക്കണം. അങ്ങനെ ഇവിടെ ഫുഡ് ഉണ്ടാക്കാതെ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിയത് ശരിയല്ലല്ലോ. ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങുന്നുണ്ടെങ്കിൽ വീട്ടിലെ ഫുഡ് വേണ്ടാന്ന് പറയാൻ. നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നു? എന്നോടൊന്നും പറഞ്ഞില്ല. നീ വാ വാ. അമ്മ, ഇനിയിപ്പോ അവരോടൊന്നും പറയണ്ട അമ്മേ. ഫുഡ് ഓർഡർ ചെയ്തിട്ട് എത്ര നേരമായി? വിശന്ന് കുടല് കരിയുന്നു. മായേച്ചി, ഒന്ന് വിളിച്ചു ചോദിക്ക് ഫുഡ് കൊടുത്തു വിട്ടിട്ടുണ്ടോ? ഫുഡൊക്കെ സമയത്തിന് എത്തിക്കോളും. നിങ്ങളൊന്ന് സമാധാനപ്പെട്. ഓർഡർ ചെയ്തിട്ട് ഇത്ര സമയമല്ലേ ആയുള്ളൂ? ഇത്ര സമയം എന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂറായി. ഫുഡ് കൊണ്ട് ഇവിടെ വരാൻ ഇത്ര സമയം വേണ്ട. അതിപ്പോ കൊടുത്തു വിടാന്ന് പറഞ്ഞല്ലേ. ഞാനിപ്പോ ചാവും. എനിക്ക് സഹിക്കാൻ വയ്യ മായേച്ചി. ഇത്രയ്ക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാത്ത നീയൊക്കെ എങ്ങനെ ഒരു നിരാഹാര സമരം നടത്തും? നിരാഹാര സമരോ? എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഈ തമാശക്ക് പിന്നെ പറയാം. മായേച്ചി ഒന്ന് വിളിച്ചു ചോദിക്കും. ഹലോ, ഞാൻ അമരാവതിയിൽ നിന്നാ. നേരത്തെ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. ഫുഡ് കൊടുത്തു വിട്ടിട്ടുണ്ടല്ലോ മാഡം. ഇവിടെ ഇതുവരെ ആരും വന്നില്ല. ഒരു മിനിറ്റ് മാഡം, ഞാൻ നോക്കട്ടെ. മാഡം, ഫുഡ് ഡെലിവറി ചെയ്തിട്ടുണ്ടല്ലോ. എപ്പോ? ഒരു 5 മിനിറ്റ് ആയി കാണും. ഓക്കെ, താങ്ക് യു. എന്താ മായേച്ചി, എന്താ അവര് പറഞ്ഞേ? എടി, ഫുഡ് ഡെലിവറി ചെയ്തിട്ടുണ്ടെന്ന്. ഡെലിവറി ചെയ്ത് പയ്യൻ അവിടെ തിരിച്ചെത്തുകയും ചെയ്തു. ഈശ്വര, ഇനിയിപ്പോ
പോയി നോക്കാം. ബാ. ഇവിടെ ഒന്നും കൊണ്ടുവച്ചിട്ടില്ലല്ലോ മായച്ചി. പിന്നെ ഫുഡ് അവര് ഡെലിവറി ചെയ്തെന്ന് പറഞ്ഞതോ? അയച്ചി ഒന്നുകൂടെ വിളിച്ചു നോക്കിയാലോ? അത് വേണ്ട, നമുക്ക് ഡൈനിങ് ടേബിളിൽ നോക്കാം. ചിലപ്പോ അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. വാ വാ. നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണം പണി കിട്ടി മായച്ചി. എന്തൊരു ചതിയമ്മേ നിങ്ങളെ കാണിച്ചേ? വാട്ട് ചതി? നോ ചതി. എന്തൊരു ടേസ്റ്റുള്ള ഫുഡാ. വെരി ഗുഡ്. ദേ ഇനി ഓർഡർ ചെയ്യുമ്പോഴേ ഇവിടുന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ. സത്യം ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം ഈ അടുത്ത സമയത്തെങ്ങും ഞാൻ കഴിച്ചിട്ടില്ല. ആ കുറച്ച് ബാക്കിയുണ്ട്, നിങ്ങൾ കഴിച്ചോ. നിങ്ങൾ എന്തിനാ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് എടുത്ത് കഴിച്ചേ? നിങ്ങളൊക്കെ നേരത്തെ കഴിച്ചതല്ലേ? അയ്യോ, ഞങ്ങള് ഫുഡ് കഴിച്ചത് അതുകൊണ്ടല്ല. നിങ്ങളൊക്കെ നിരാഹാരാണെന്ന് പറഞ്ഞപ്പോ വെറുതെ ഫുഡ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി, അതുകൊണ്ട് മാത്രം കഴിച്ചതാ. സത്യം, അതുകൊണ്ട് തന്നെയാ ഞങ്ങൾ ഈ ഫുഡ് കഴിച്ചത്. അതെ, വളരെ കഷ്ടപ്പെട്ട ഈ ഫുഡ് കഴിക്കുന്നേ. വയറ് നിറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാലും ഇതുകൂടി കഴിച്ചേക്കാന്ന് വിചാരിച്ചു. വെറുതെ കളയണ്ടല്ലോ. ഭക്ഷണം ഒരുപാട് കഴിക്കണ്ടെന്നൊക്കെ ഞാൻ വിചാരിക്കുവേ. പക്ഷേ ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം കിട്ടിയാ ആരെങ്കിലും വേണ്ടെന്ന് വെക്കോ? അല്ല അമ്മ? അതെ അതെ. എന്റെ മായേ, എന്തൊരു രുചിയാന്നറിയോ? ഇതിന്നൊരു ഇത്തിരി എടുത്ത് കഴിച്ചു നോക്കിയേ. വേണ്ടേ? ഇതെടുത്തോ. എടി, ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് എടുത്ത് കഴിച്ചിട്ട് ഞങ്ങളെ കളിയാക്കുന്നോ? നീയാ അമ്മയും കൂടി ഈ കുഴി ചാടിച്ചത്. നോ 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 നോ, എന്നെ കുഴി ചാടിച്ചൊന്നുമല്ല. ഞാൻ ഒരു കുഴിയിലും ചാടിയിട്ടുമില്ല. നല്ല ഫുഡ്. മോളും കൂടി വേണമെങ്കിൽ കൂടിക്കോ. ഈ തോന്നിയാസം കാണിച്ചതിന് അടിച്ചു നിന്നെ ശരിയാക്കുക വേണ്ടത്. ആഹാരം കഴിക്കുമ്പോ ഇങ്ങനെ ശല്യപ്പെടുത്തല്ലേ എന്റെ മായേ. ആ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. നമ്മുടെ വീട്ടില് വഴക്കുണ്ടാവും. ചിലപ്പോ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞെന്നും ഇരിക്കും, പിണങ്ങിയെന്നും ഇരിക്കും. അതൊക്കെ ഉണ്ടായിന്ന് വരും. പക്ഷേ അതിന്റെ പേരിൽ ആഹാരം കഴിക്കാതിരുന്നിട്ട് പുറത്ത് ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് ഇതിനകത്ത് വെച്ച് കഴിക്കാന്ന് വിചാരിച്ചാലുണ്ടല്ലോ, അതിന് ഞങ്ങള് സമ്മതിക്കില്ല. കറക്റ്റ്. എനിക്കറിയായിരുന്നു അവസാനം നീയൊക്കെ ഇത് തന്നെ ചെയ്യൂന്ന്. അതുകൊണ്ടാ അവിടെ കാത്തുനിന്ന് ഞാൻ ഇതങ്ങ് വാങ്ങിച്ചത്. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്, മനസ്സിലായോ? നിനക്കൊക്കെ വേണമെങ്കിലേ ഇവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെടുത്ത് പോയി കഴിക്കണം. കറക്റ്റ്. ദിസ് ഈസ് റിയൽ അമ്മായിയമ്മ. ഇപ്പോഴാടി നീ ഇവരുടെ അമ്മായിയമ്മ ആയത്. എന്നാലും ഇവളീ കാണിച്ച കുറച്ച് കൂടി പോവും. മായച്ചി എനിക്ക് വിശന്നിട്ട് കൊടുലറിയുന്നു. എനിക്ക് വിശക്കുന്നു. വിശക്കുന്നേനെ ഇവിടെ ഭക്ഷണം ഇരിപ്പുണ്ട്, അതെടുത്ത് കഴിച്ചാ മതി. ഇവളെ ഇന്ന് ഞാൻ മായേ, ഷീസ് മൈ വൈഫ്. അവൾ എന്റെ ഭാര്യ. എന്റെ അമ്മ കഴിഞ്ഞാൽ ഈ വീട്ടിൽ തൊട്ടടുത്ത സ്ഥാനം ഇവൾക്കാണ്. ഇവൾക്ക് നേരെ പോരെടുക്കാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ ഒരാളും ഈ വീട്ടിൽ ബാക്കിയുണ്ടാവില്ല. നിങ്ങളൊരു കുറ്റം ചെയ്തേനാ താരെ ജ്യോതി ശിക്ഷിച്ചത്. അതിന്റെ പേരിൽ ആഹാരം കഴിക്കാതിരുന്നിട്ട് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് മുറിയിൽ വെച്ച് കഴിക്കണമെങ്കിൽ അത് ഈ വീടിനോട് ആത്മാർത്ഥത ഇല്ലാത്തവരെ കൊണ്ടേ പറ്റൂ. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്.
ഈ വീട്ടിലെല്ലാവർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യവും അഭിപ്രായവും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് പരസ്പരം വഴക്കിടാം, അവരവരുടെ കാര്യം പറയാം. പക്ഷേ ഭക്ഷണത്തിന്റെ സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഈ ടേബിളിൽ ഉണ്ടാവണം. അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാ ജ്യോതി ഇത് ചെയ്തത്. അതിന് ജ്യോതിയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാനും കുടുംബവും ജീവിതവും ഒക്കെ ഡി കെക്ക് മാത്രം മതിയോ? ഞങ്ങൾക്കും വേണ്ടേ? ഞങ്ങളുടെ ഭർത്താക്കന്മാരെ വിളിച്ചു വരുത്തുന്ന കാര്യം പറഞ്ഞിട്ട് എന്തായി? ഇതുവരെ അതിനൊരു മറുപടി ഡി കെ പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളോ ഇല്ലാതായി പോകുന്നത്. അത് DK മനസ്സിലാക്കണം. ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. അവരെന്റെ മക്കളാ. കൃത്യസമയത്ത് തന്നെ അവർ നിങ്ങളുടെ അരികിൽ എത്തിച്ചേരും. അത്രയും തൽക്കാലം പറഞ്ഞാൽ മതി. എന്തൊരു ടേസ്റ്റ്! ആ ദേ, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. എത്ര വഴക്കും തമ്മിൽ തല്ലുണ്ടായാലും ഭക്ഷണം ഇവിടെ നിന്ന് തന്നെ കഴിക്കണം. അല്ലാതെ ഇതുപോലെ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചാ സമ്മതിക്കില്ല ഞാൻ. ഹലോ ബേട്ടീസ്, ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാം ഓക്കെ ആയില്ലേ? അപ്പൊ ശരി, താങ്ക് യു ഫോർ ദ സ്വീറ്റ് ഫുഡ്. ഓക്കെ, വാ മോളെ, ഇനി പോയി കിടന്ന് ഉറങ്ങാം. അതെ. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തൊരു മാറ്റോ DK. ഇത്ര പെട്ടെന്ന് DK ഇങ്ങനെ മറന്ന് ഞാനും കരുതിയില്ല. അതിനിപ്പോ നമ്മള് ടെൻഷൻ അടിക്കുന്ന എന്തിനാ? അല്ലെങ്കിൽ ഈ ആണുങ്ങളെല്ലാം ഇങ്ങനെയാ. കാര്യത്തോട് അടുക്കുമ്പോ അവരെല്ലാം ഭാര്യമാർക്ക് സപ്പോർട്ടേ ചെയ്യുള്ളൂ. എന്നാലും ഇത്രയും ദിവസം DK ജ്യോതിയോട് കട്ട കലിപ്പ് കാണിച്ചിട്ട് ഇപ്പൊ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോഴാ ഞാനൊരു സത്യം മനസ്സിലാക്കിയത്. എന്ത് സത്യം? അവര് രണ്ടും ഒന്നായിരുന്നു എന്ന സത്യം. നീ എന്താ ചൂരലും കൊണ്ട് ഞങ്ങളെ തല്ലാൻ ഇറങ്ങിയതാണോ? ഇതുകൊണ്ടൊന്നും തല്ലിയ നീയൊന്നും നന്നാവുന്നുള്ള വിശ്വാസം എനിക്കില്ല. പക്ഷേ ഇതുകൊണ്ട് നിന്നെയൊക്കെ ഒന്ന് തല്ലി നേരാക്കണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും. ഇവള് പറഞ്ഞത് കേട്ടില്ല മായച്ചി, ഇവള് നമ്മളെ തല്ലി ശരിയാക്കുന്നു. അതേ നിമ്മണി പൊളിക്കും. പുളിക്കോ അതോ നീറോന്നൊക്കെ അടി കൊണ്ടു കഴിയുമ്പോ മനസ്സിലായിക്കോളും. ഇതേ നല്ല ഒന്നാന്തരം ചൂരില്ല. അടിച്ചു നിന്റെ ഒക്കെ പുറം പൊളിക്കാൻ ഇത് തന്നെ ധാരാളമാ. ഞങ്ങളങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊന്നും അല്ല അടിക്കാൻ. ഈ വീട്ടിലെ മക്കളുടെ ഭാര്യമാരാ. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ അടിക്കാനൊന്നും പറ്റത്തില്ല. ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനേ ഞങ്ങളുടെ ഭർത്താക്കന്മാരുണ്ട്. ഓ, എന്നാ പിന്നെ അവര് വന്ന് ചോദിക്കട്ടെ. 3 എണ്ണത്തിനും 5 മിനിറ്റ് സമയം ഞാൻ തരും. അതിനകം ഭക്ഷണം കഴിച്ചിരിക്കണം. ഞങ്ങളോട് ഉത്തരവിടാൻ നീ ആരാ? അമ്മായിയമ്മ. നിന്റെയൊക്കെ അമ്മായിയമ്മ. പിന്നെ കണ്ടുവച്ചാലും മതി. ഒരമ്മായിയമ്മ. ഒന്ന് പോടിയോടുന്നേ. നീ ഉമ്മാക്കി കാണിച്ചാലൊന്നും ഞങ്ങളെ പേടിക്കില്ല. ദേ, എന്താടി പേടിച്ചു പോയോ? ദേ, എന്നെന്തെങ്കിലും ചെയ്തോണ്ടല്ലോ. ചെയ്താ നിന്നെയൊക്കെ നേരാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ദേ നോക്കേ, ഈ വീട്ടിൽ നിന്റെയൊക്കെ കുട്ടിക്കളിയും കുശുമ്പും കുന്നായ്മയും കാണാനിരിക്കല്ല ഞാൻ. DKയുടെ ഭാര്യയാ ഞാൻ. ഇതുവരെ ആ അധികാരവും അവകാശവും ഒന്നും ഞാൻ എടുത്തിട്ടില്ലല്ലോ. പക്ഷെ ഇന്നു മുതൽ ഞാൻ അതങ്ങ് എടുക്കാൻ പോവുക. DKയുടെ ഭാര്യ എന്ന് പറഞ്ഞാ ഈ വീടിന്റെ ആരാണെന്ന് നിനക്കൊക്കെ അറിയാമോ? എടി, അറിയാമോന്ന്? എന്താടി ഒന്നും മിണ്ടാത്തെ? ആ, നീ DKയുടെ ഭാര്യയൊക്കെ ആയിരിക്കും, കാര്യം ശരിയാ. പക്ഷേ
അതിന്റെ ബലത്തില് ഞങ്ങളെ ഭീഷണിപ്പെടുത്താനോ ഞങ്ങളെ തല്ലി നേരെയാക്കാനോ ഒന്നും നീ വരണ്ട. ഇവളെ തല്ലാൻ നിനക്കാരാ അധികാരം തന്നത്? തെറ്റ് കാണിച്ചാൽ നിന്നെയൊക്കെ തല്ലാനുള്ള അധികാരവും അവകാശവും എനിക്കുണ്ട്. ഞാൻ നിന്റെയൊക്കെ അമ്മായിയമ്മയാ. അതിന് ഞങ്ങൾ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്താൻ നിനക്ക് ആരാ അധികാരം തന്നെ? ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് എടുത്ത് കഴിക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഈ വീട്ടിലെ അങ്ങനെ പുറത്തുനിന്ന് അനാവശ്യമായിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യാൻ നിന്നോടൊക്കെ ആരാ പറഞ്ഞത്? കഴിക്കാനുള്ള ഭക്ഷണം സ്വന്തം വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാൻ പ്രായമുള്ള പെണ്ണുങ്ങളാണല്ലോ നിങ്ങൾ 3 പേരും. അങ്ങനെ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മാത്രം അഹങ്കാരം കാണിക്കാൻ നിന്നെ ഒന്നും ഞാൻ സമ്മതിക്കില്ല. എല്ലാവർക്കും കൂടിയാ ഇവിടുത്തെ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്കത് വേണ്ടെങ്കിലോ? ഇനി ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു തുള്ളി ഭക്ഷണം കഴിക്കില്ല. എടുത്താ പൊങ്ങാത്ത വാശിയൊന്നും കാണിക്കല്ലേ താരേ. ഒരു നേരം നിന്നെ കൊണ്ട് പട്ടിണി കിടക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. മായയുടെ ബലത്തിലാ നീ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ അത് വേണ്ട. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ, 5 മിനിറ്റ് സമയം ഞാൻ നിനക്ക് തരും. അതിനകം 3 എണ്ണവും വന്ന് ഭക്ഷണം കഴിച്ചേക്കണം. അതാ നിനക്കൊക്കെ നല്ലത്. മനസ്സിലായല്ലോ? പിന്നെ അവളുടെ ഒരു ഭീഷണി. ഇതൊക്കെ കേട്ട് നമ്മൾ അവളെ അനുസരിച്ചു കളയുന്ന അവളുടെ വിചാരം. മായേച്ചി, അനുസരിച്ചാലും ഇല്ലെങ്കിലും അവള് പറഞ്ഞ പോലെ ചെയ്യും. അവളുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളുന്ന നാണക്കേടാ. അതുകൊണ്ട് നമുക്ക് അവള് പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. എന്തൊരു പേടിയടി ഇത്. താരെ, നിനക്ക് പേടിയുണ്ടോ? ഒരടി കൊണ്ട് തന്നെ അവളുടെ കൈയുടെ ശക്തി എനിക്ക് മനസ്സിലായതാ. പറഞ്ഞതുപോലെ ചെയ്യുന്നവള് അവള്. നമുക്ക് പല്ലേച്ച് വേഗം ചെല്ലാം. എന്തായാലും അവള് ഭക്ഷണം ഉണ്ടാക്കി വെച്ചല്ലേ വിളിക്കുന്നത്. നമുക്ക് പോയി തിന്നാം. വാ മായേച്ചി, വാ. മായേച്ചി, പ്ലേറ്റ് തരച്ചു. ഇതിനകത്തൊന്നും ഇല്ലല്ലോ. പിന്നെന്താ വന്ന് കഴിക്കാൻ പറഞ്ഞത്? ഈ ജ്യോതി ഇത് എന്ത് പണിയാ കാണിച്ചത്? ഇതിനകത്ത് ഭക്ഷണം ഇല്ലാതെയാണോ നമ്മളോട് വന്ന് കഴിക്കാൻ പറഞ്ഞത്? ഇവിടെ എങ്ങൊന്നും ഇല്ലല്ലോ. പിന്നെ എന്താ കഴിക്കാനാ നീ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചത്? ഭക്ഷണം ഉണ്ടാക്കി വെക്കാതെയാണോ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത്? എന്ത് ജ്യോതി ഇതൊക്കെ? മിണ്ടി പോരുത് നീയൊക്കെ. ഏടാ, നിനക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് നിന്നെ വന്ന് വിളിക്കാൻ ഞാൻ എന്താടി നിന്റെ വേലക്കാരിയാ? ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കേണ്ടതേ നിങ്ങളുടെയൊക്കെ ജോലിയാ. ഞാൻ പറഞ്ഞാൽ അനുസരിക്കാനുള്ളതാ ഇപ്പൊ നീയൊക്കെ. അല്ലാതെ നീയൊക്കെ പറയുമ്പോ കേട്ടു നിൽക്കാനും അനുസരിക്കാനും ഉള്ളവളല്ല ഞാൻ. ഞാനേ നിന്റെയൊക്കെ അമ്മായിയമ്മയാ. എപ്പോഴും ഈ അമ്മായിയമ്മയുടെ കണക്ക് പറയണ്ട. ഭക്ഷണം എവിടെയെന്ന് പറ, വിശക്കുന്നു. ഞാനിവിടെ ആർക്കും ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമില്ല. മര്യാദക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കണം. എന്ത് ഇനി ഉണ്ടാക്കി കഴിക്കണോ? അപ്പോ ഭക്ഷണം ഉണ്ടാക്കാനാണോ നീ ഞങ്ങളെ വിളിച്ചോണ്ട് വന്നത്? പിന്നല്ലാതെ നമ്മളെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാനാ ഇവിടെ നമ്മളെ വിളിച്ചോണ്ടോന്ന്. അതെ, പണി ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നെയാ. അങ്ങനെ ഇപ്പൊ വഴക്കിട്ട് 3 എണ്ണം കൂടി മുറി കയറി അടച്ചുപൂട്ടിയിരുന്നാലേ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നിങ്ങളെയൊക്കെ വന്ന് വിളിക്കും നിങ്ങൾ വിചാരിച്ചോ? മര്യാദക്ക് പോയി ഉണ്ടാക്കി കഴിക്കടേ. ചെല്ലങ്ങോട്ട്. അല്ലെങ്കിൽ ഇതുകൊണ്ട് അടിച്ചതിന്റെ ഒക്കെ പുറഞ്ഞാൻ പൊളിക്കും.
എന്താ നിർത്തിയത്? ആ ഓൺ ചെയ്യ. ഇത്രയും നേരമായിട്ട് ഒരെണ്ണേ അരിഞ്ഞോളോ? ചെയ്യല്ലേ? എത്ര ദോശയായി?